അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. വിശുദ്ധമായ റമളാനിന് എല്ലാവിധ സ്വാഗതവും നേരുകയാണ്. വിശ്വാസികൾക്കിനി ആരാധനകളിലൂടെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങളാണ് ഇനിയുള്ള 30 നാളുകളിൽ. ദാനധർമ്മങ്ങളിലൂടെ, വ്രതാനുഷ്ഠാനങ്ങളിലൂടെ, സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ ഓരോ വിശ്വാസിയും വീടുകളിലും പള്ളികളിലും വെച്ച് വിശുദ്ധമായ 20 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി ഓരോ പുരുഷ വിശ്വാസിയും പള്ളികളിലേക്കും, സ്ത്രീകൾ വീടാണ് ഉത്തമമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച കാരണത്താൽ വീടുകളിൽ വെച്ചും നിർവഹിക്കുകയാണ്. 30 ദിനരാത്രങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമുള്ള ദിനരാത്രങ്ങളാണ്. 2 മാസങ്ങളായി നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിലേക്ക് അംഗതമായിട്ടുള്ളത്. ഒരുപാട് പേര് നമ്മളിൽ നിന്ന് ഈ റമളാനിനെ വരവേൽക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും ഈ 30 ദിനരാത്രങ്ങൾ പൂർണ്ണമായി ആർക്കൊക്കെ ലഭിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി മരണം വരെ നാം കഴിയേണ്ടതുണ്ട്. വഹാബിസം പോലത്തെ പുത്തൻ ആശയങ്ങളിൽ കുടുങ്ങി നമ്മുടെ അമലുകൾ പൊളിച്ച് ആഖിറത്തിൽ വിരൽ കടിക്കേണ്ടവരായി നാം മാറിക്കൂടാ. അതിനുവേണ്ടിയുള്ള ഉണർത്തു പാട്ടുകൂടിയാണ് ഈ അവസരത്തിൽ തന്നെ ഞാൻ ഈ വിഷയം പറയാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, വഹാബികളുടെ എക്കാലത്തുമുള്ള ഒരു വിടുവായിത്തമാണ്, ശുദ്ധ വിവരക്കേടാണ്, മഖബറകൾ ശിർക്കിന്റെ കേന്ദ്രങ്ങളാണെന്ന് പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്. മഖബറകളിലേക്ക് പോകുന്നവർ അവിശ്വാസികളാണ്, അവരെ കൊന്നുകളയണമെന്ന് വരെ എഴുതി വെച്ചവരാണ് വഹാബികൾ. എന്നാൽ തലപ്പാറ സമ്പാദ വ്യവസ്ഥയിലൂടെ അവരുടെ മഖബറ വ്യവസ്ഥയിലും ചെറിയൊരു ഇളവ് നാം കാണുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെയാണ്. മാസപ്പിറവി വിഷയത്തിലും മറ്റു പല വിഷയങ്ങളിലും വഹാബികൾ ഛിന്ന ഭിന്നമായി കൊണ്ട് പല ഇളവുകളും വരുത്താറുണ്ട്. ശൈഖുന കാന്തപുരം ഉസ്താദിനെ പോലെ, പേരോട് ഉസ്താദിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ പെട്ടുകൊണ്ട് മറുപടി പറയാൻ കഴിയാതെ പെട്ടുപോയതിന്റെ ഗുണഫലമായിരിക്കാം അങ്ങനെ ഇളവുകൾ അവർക്ക് വെക്കേണ്ടി വന്നിട്ടുള്ളത്. തലപ്പാറ സമ്പാദത്തിൽ വെച്ചുകൊണ്ട് മഖബറകൾ കെട്ടിപ്പൊക്കുന്നത് ശിർക്കല്ല, അനിസ്ലാമികമാണെന്ന് അവര് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ മഖബറകൾ നിർമ്മിക്കൽ കറാഹത്താണെന്നും അല്ലെങ്കിൽ ഹറാമാണെന്നും പറയുന്നത് ഏത് സ്ഥലത്ത് കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ചാണ്, ആരുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ചാണ്, എപ്പോൾ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ചാണ്, എങ്ങനെ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്നൊക്കെ വളരെ വിശദമായി പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്നും പരിശോധിക്കാതെയോ അല്ലെങ്കിൽ അറിയുന്നവരിൽ നിന്ന് പഠിക്കാതെയോ, അതല്ല എങ്കിൽ മറ്റു പല കാര്യലാഭത്തിനും വേണ്ടി, സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സാധുക്കളായ ജനങ്ങളെ വഴിപിഴപ്പിക്കലാണ് വഹാബികളുടെ ലക്ഷ്യം. എന്നാൽ മുമ്പ് ശിർക്കായിരുന്ന, ഇപ്പോൾ അനിസ്ലാമികമായി കൊണ്ടിരിക്കുന്ന ഖബർ കെട്ടിപ്പൊക്കൽ വഹാബി നേതാക്കന്മാരുടെ ഖബറാകുമ്പോൾ, അത് വഹാബികൾ കെട്ടിപ്പൊക്കലാകുമ്പോൾ, കെട്ടിപ്പൊക്കിയത് പുനർനിർമ്മിക്കലാകുമ്പോൾ ശിർക്കുമില്ല, അനിസ്ലാമികവുമില്ല. നമുക്കൊന്ന് കേട്ടു നോക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ
ജീവവായുവായ അബുല്ലാല മൗദൂദിയുടെയും ഭാര്യയുടെയും മഖ്ബറ ലക്ഷങ്ങൾ മുടക്കി വിപുലീകരിക്കുകയാണ്. 2021 സെപ്റ്റംബറിലെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഇദ്ദേഹത്തിന് നേരത്തെ മഖ്ബറ ഉണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോയും അവിടെ നടക്കുന്ന പുഷ്പാർച്ചനയും സിയാറത്തുകളും അദ്ദേഹത്തിന്റെ ചട്ടി, പാത്രം, പേന, കോളാമ്പി ഉൾപ്പെടെയുള്ള ആസാറുകളൊക്കെ തിരുശേഷിപ്പുകളായി സൂക്ഷിച്ചതിന്റെയൊക്കെ ഫോട്ടോ പാകിസ്ഥാനിലെ ജിയോ TV പുറത്തു വിട്ടിരുന്നു. അതും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തെ മുസ്ലിമീങ്ങൾ പഴച്ചുപോയി കബറുകൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതൊക്കെ പൊളിക്കണം, ഷിർക്കാണ്, കുഫ്രാണ്, ജാഹിലിയത്താണ്, കബർ പൂജയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന മൗദൂദിയുടെ അവസ്ഥയാണിത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും പറഞ്ഞേക്കാം, ഇത് വഹാബികളല്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലേ എന്ന്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പേര് പറഞ്ഞാലും തബ്ലീഗ് എന്ന് പേര് പറഞ്ഞാലും വേറെന്ത് പേരിട്ട് വിളിച്ചാലും എല്ലാം വഹാബിസം തന്നെയാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയമാണ് ഇവരൊക്കെ പിന്തുടരുന്നത്. തറാവീഹ് നിസ്കാരം 20 വെട്ടിച്ചുരുക്കിയത്, ഖുനൂത്തില്ലാതെയാക്കിയത്, ഇസ്തിഗാസ ശിർക്കാക്കിയത് തുടങ്ങി മുസ്ലിമീങ്ങളുമായി തർക്കത്തിലിരിക്കുന്ന വഹാബികളുടെ എല്ലാ ആശയങ്ങളും ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കുമുള്ളത്. പിന്നെ മുജാഹിദ് എന്ന പേരിൽ, ഇസ്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാബികളുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ആകെയുള്ള വ്യത്യാസം, ജനങ്ങളെ കൊന്നൊടുക്കിയത് നിങ്ങളാണോ ഞങ്ങളാണോ? തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണോ ഞങ്ങളാണോ? ഏറ്റവും മുന്തിയ തീവ്രവാദമുള്ളത് നിങ്ങളിലാണോ ഞങ്ങളിലാണോ? മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ മുശ്രിക്കാക്കിയത് നിങ്ങളാണോ ഞങ്ങളാണോ? ലോകത്തിനു മുമ്പിൽ മുസ്ലിമീങ്ങളെ തീവ്രവാദ മുദ്ര ചാർത്തപ്പെട്ടത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണോ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണോ എന്നതിലുള്ള തർക്കം മാത്രമാണ്. അവർ തമ്മിലുള്ള വേർതിരിവ് ആശയപരമായി രണ്ടും ഒന്ന് തന്നെയാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം തന്നെയാണ്. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഓരോ വിഷയവും ഈ രീതിയിൽ കാപഢ്യവും വൈരുദ്ധ്യവും കാണാൻ പറ്റും. മൗദൂദി മരിക്കുന്ന അമേരിക്കയിൽ അവിടെ മറവ് ചെയ്യാതെ വൻ തുക ചെലവിട്ടിട്ട് 3 രാജ്യങ്ങളിലൂടെ 4 ഫ്ലൈറ്റുകൾ കയറ്റി ഇറക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുവരുന്നത്. എന്നിട്ട് ഒരു പള്ളിക്കും മശാനത്തിനൊന്നും കൊടുക്കാതെ വീട്ടുവളപ്പിൽ ബോധപൂർവം, അവരുടെ ഭാഷ പറഞ്ഞ ജാറ വ്യവസായം തന്നെ തുടങ്ങാൻ അദ്ദേഹത്തിന്റെ ഖബർ അവിടെ ഉണ്ടാക്കുക ചെയ്തത്. എന്നിട്ട് അവിടെ വഴിപാടുകളും. അതുകൊണ്ട് തന്നെ വഹാബി നേതാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് ഇവർക്ക് വിരോധമില്ല. അത് അനിസ്ലാമികമല്ല, അത് ശിർക്കല്ല. അവിടെ പുഷ്പാർച്ചന നടത്താനും അയാൾക്ക് ദൈവികത കൽപ്പിക്കാനും അയാളുടെ മഖ്ബറയിൽ പോയി സുജൂദ് ചെയ്യാനും വഹാബികൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ മുസ്ലിമീങ്ങളുടെ, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിലാണ് വഹാബികൾക്ക് പ്രയാസമുള്ളത്. ഇത് മുസ്ലിം വിരോധമാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.